യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് കാലം കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴായി നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംശയത്തിലേക്കാണ് ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ ലോകത്തും അതിനു പുറത്തും വലിയ ചർച്ചകൾക്കും കടുത്ത വാദപ്രതിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ബൈബിൾ പ്രകാരം സ്വർഗത്തിൽ പോകുന്നത് വെറും 1,44,000 പേര് മാത്രമാണോ? പലരും എന്നോട് വ്യക്തിപരമായി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ചില പ്രത്യേക മതവിഭാഗങ്ങൾ അവരുടെ വീടുകളിൽ വന്ന് ലഘുലേഖകൾ തരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ സാധാരണക്കാരായ വിശ്വാസികളുടെ മനസ്സിൽ വലിയൊരു ഭയം ഉണ്ടാകാറുണ്ട്. കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ച് മൺമറഞ്ഞു പോയ ഈ ഭൂമിയിൽ നിന്ന് വെറും 1,44,000 പേർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എങ്കിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അവസ്ഥ എന്താവും? ഞങ്ങൾ നരകത്തിൽ പോകുമോ, അതോ ഇല്ലാതെയായി പോകുമോ? ഈ ചിന്ത പലരെയും അലട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യപ്രകാരം വ്യാഖ്യാനങ്ങൾ പഠിക്കാനല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പോടെ ദൈവവചനമായ ബൈബിൾ തുറന്ന് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. അടുത്ത ചില നിമിഷങ്ങളിൽ നമ്മൾ ബൈബിളിന്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെയും പ്രവചനങ്ങളിലൂടെയും യോഹന്നാന് ലഭിച്ച വെളിപ്പാടുകളിലൂടെയും ഒരു വലിയ ആത്മിക തീർത്ഥാടനം നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഒട്ടും ധൃതി കൂട്ടാതെ ശാന്തമായി ഇരുന്ന് ഈ വീഡിയോ പൂർണ്ണമായി കാണുക. നിങ്ങളുടെ ബൈബിളും ഒരു ഡയറിയും പേനയും കൂടെ കരുതുന്നത് വചനങ്ങൾ കുറിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ സമഗ്ര പഠനത്തെ നമ്മൾ വളരെ കൃത്യമായ 6 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കടന്നു പോകുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് പ്രാരംഭത്തിൽ നോക്കാം. ഒന്നാമതായി, ഈ പഠനത്തിന്റെ യഥാർത്ഥ ആവശ്യകത എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇത്രയും ആഴത്തിൽ പഠിക്കേണ്ടി വരുന്നത്? രണ്ടാമതായി, 1,44,000 പേർ എന്ന ഈ പ്രത്യേക സംഖ്യ ബൈബിളിൽ എവിടെയൊക്കെയാണ് കാണുന്നത്? അതിന്റെ പശ്ചാത്തലം എന്താണ്? പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായവും 14-ാം അധ്യായവും നമ്മൾ വാക്യപ്രതിവാക്യമായി പരിശോധിക്കും. മൂന്നാമതായി, ബൈബിളിലെ ഭാഷാ ശൈലികൾ, അതായത് നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ എടുക്കണോ അതോ പ്രതീകാത്മകമായി കാണണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നാലാമതായി, ബൈബിളിൽ പറയുന്ന മഹാപുരുഷാരമാരാണ്? അവരും ഈ 1,44,000 പേരും തമ്മിലുള്ള ബന്ധം എന്താണ്? അഞ്ചാമതായി, ചരിത്രപരമായി ഏതൊക്കെ പ്രസ്ഥാനങ്ങളാണ് ഈ ഉപദേശം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചത്? മുഖ്യധാരാ സഭകളുടെ ഔദ്യോഗിക നിലപാടുകൾ എന്തൊക്കെയാണ്? ആറാമതായി, ഈ പഠനത്തിൽ നിന്ന് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രായോഗിക സത്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 6 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും പൂർണ്ണമായി മാറിക്കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കാം. എവിടെ നിന്നാണ് ഈ 1,44,000 എന്ന വാദം ഇത്ര ശക്തമായി ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നത്? ചരിത്രം പരിശോധിച്ചാൽ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അമേരിക്കയിലുണ്ടായ ചില അഡ്വന്റിസ്റ്റ് മുന്നേറ്റങ്ങളിലും അതിനുശേഷം രൂപം കൊണ്ട യഹോവ സാക്ഷികളിലൂടെയും TPM തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെയുമാണ് ഈ ഉപദേശം കേന്ദ്രീകൃതമായിരിക്കുന്നത്. അവരുടെ വിശ്വാസപ്രകാരം സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോടൊപ്പം ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ എണ്ണം കൃത്യമായി 1,44,000 മാത്രമാണ്. അവർക്ക് മാത്രമേ സ്വർഗീയ ജീവനുള്ളൂ. ബാക്കി രക്ഷിക്കപ്പെടുന്ന ഭക്തരായിട്ടുള്ളവരെല്ലാം ഈ ഭൂമിയിൽ തന്നെ ഒരു പറുദീസ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെയാണ് ജീവിക്കുക. എന്നാൽ കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് യാക്കോബ സഭകളോ അല്ലെങ്കിൽ മലങ്കര സഭകളോ മർത്തോമ CSI പെന്തക്കോസ്ത് തുടങ്ങിയ മുഖ്യധാര പ്രൊട്ടസ്റ്റന്റ് സഭകളോ ഈ ഒരു വാദത്തെ അംഗീകരിക്കുന്നില്ല. കാരണം
ബൈബിളിനെ അതിന്റെ സമഗ്രതയിൽ പഠിക്കുമ്പോൾ ഇത്തരമൊരു വേർതിരിവ് വചനത്തിന് വിരുദ്ധമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് വഴി മനുഷ്യരിൽ ഉണ്ടാകുന്നത് വലിയ ആത്മീക അടിമത്തമാണ്. ഞാൻ ആ എണ്ണത്തിൽ പെടുമോ ഇല്ലയോ എന്ന ഭയം വിശ്വാസിയെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. എന്നാൽ ബൈബിൾ പറയുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഈ ചരിത്രപരമായ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ബൈബിളിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാം. ഇനി നമ്മൾ ഈ സംഖ്യ പരാമർശിക്കുന്ന കൃത്യമായ ബൈബിൾ വാക്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബൈബിളിൽ ഈ 1,44,000 എന്ന സംഖ്യ കൃത്യമായി വരുന്നത് എവിടെയാണ്? എന്താണ് ആ വാക്യങ്ങളുടെ പശ്ചാത്തലം? ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ യോഹന്നാന് ലഭിച്ച അപ്പോക്കാലിപ്സ് എന്ന പുസ്തകത്തിൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ സംഖ്യ കടന്നു വരുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും നമുക്കിത് കാണാൻ കഴിയും. നമുക്ക് ആദ്യം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വിശദമായി പരിശോധിക്കാം. നിങ്ങളുടെ ബൈബിൾ ഒന്ന് തുറന്നു പിടിക്കുക. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് കാണുന്ന ദർശനങ്ങളാണിത്. 7-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ യോഹന്നാൻ കാണുന്നത് ഭൂമിയുടെ 4 കോണുകളിലും നിൽക്കുന്ന 4 ദൂതന്മാരെയാണ്. അവർ ഭൂമിയിലോ സമുദ്രത്തിലോ യാതൊരു വൃക്ഷത്തിന്മേലോ കാറ്റടിക്കാതിരിക്കേണ്ടതിന് ഭൂമിയുടെ 4 കാറ്റുകളെയും അടക്കി പിടിച്ചിരിക്കുകയാണ്. അതായത് ഭൂമിയിലേക്ക് വരാൻ പോകുന്ന വലിയൊരു ദൈവക്രോധത്തിന്റെ അല്ലെങ്കിൽ മഹാകഷ്ടതയുടെ മുൻപിലുള്ള ഒരു ശാന്തതയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ കിഴക്ക് നിന്നൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി ഉയർന്നു വരുന്നത് യോഹന്നാൻ കാണുന്നു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച ആ 4 ദൂതന്മാരോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് തീരുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത്. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ മുദ്രയിടൽ ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4-ാം വാക്യമാണ്. അവിടെ യോഹന്നാൻ പറയുകയാണ്, മുദ്രയിടപ്പെട്ടവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നുമായി മുദ്രയിടപ്പെട്ടവർ 1,44,000 പേർ. ദയവായി ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. യോഹന്നാൻ ഇവിടെ ഈ സംഖ്യ കാണുകയല്ല ചെയ്യുന്നത്, പകരം മുദ്രയിടപ്പെട്ടവരുടെ എണ്ണം കേൾക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഏതെല്ലാം ഗോത്രങ്ങളിൽ നിന്നാണ് ഈ ആളുകൾ എന്ന് കൃത്യമായി എണ്ണിപ്പറയുന്നുണ്ട്. നമുക്ക് ആ പട്ടികയൊന്ന് നോക്കാം. യഹൂദ ഗോത്രത്തിൽ നിന്ന് 12,000, രൂബേൻ ഗോത്രത്തിൽ നിന്ന് 12,000, ഗാദ് ഗോത്രത്തിൽ നിന്ന് 12,000, ആശേർ ഗോത്രത്തിൽ നിന്ന് 12,000, നഫ്താലി ഗോത്രത്തിൽ നിന്ന് 12,000, മനശ്ശെ ഗോത്രത്തിൽ നിന്ന് 12,000, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് 12,000, ലേവി ഗോത്രത്തിൽ നിന്ന് 12,000, ഇസാഖാർ ഗോത്രത്തിൽ നിന്ന് 12,000, സെബുലൂൻ ഗോത്രത്തിൽ നിന്ന് 12,000, യോസഫ് ഗോത്രത്തിൽ നിന്ന് 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് 12,000. ഇങ്ങനെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം ആളുകളെ കൂട്ടുമ്പോഴാണ് 1,44,000 എന്ന സംഖ്യ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഈ 1,44,000 എന്ന സംഖ്യ അക്ഷരാർത്ഥത്തിൽ ഉള്ളതാണെന്ന് വാദിക്കുന്നവർക്ക് ഈ ഗോത്രങ്ങളുടെ പട്ടിക വലിയൊരു കെണിയാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? പഴയ നിയമത്തിൽ യാക്കോബിന്റെ മക്കളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിന് 12 ഗോത്രങ്ങളുടെ ഔദ്യോഗിക മുദ്രയായ ഒരു പട്ടികയുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ നൽകിയിരിക്കുന്ന പട്ടിക പഴയ നിയമത്തിലെ ഗോത്ര പട്ടികയുമായി ഒത്തുപോകുന്നില്ല. ഇതിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, പഴയ നിയമത്തിലെ ദാൻ എന്ന ഗോത്രം ഈ വെളിപ്പാടിലെ പട്ടികയിൽ പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ
എഫ്രയീം എന്ന ഗോത്രത്തിന്റെ പേരും ഇതിൽ കാണാൻ കഴിയുന്നില്ല. പകരം ലേവി ഗോത്രത്തെയും യോസെഫിന്റെ മകനായ മനശ്ശയെയും യോസെഫിനെയും ഒക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദാൻ ഗോത്രത്തെയും എഫ്രയീം ഗോത്രത്തെയും ഒഴിവാക്കി കളഞ്ഞത്? നമ്മൾ പഴയ നിയമ ചരിത്രം പഠിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവും. ഇസ്രയേൽ രാജ്യം രണ്ടായി പിളർന്നപ്പോൾ വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിച്ചതും ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോയതും ദാൻ, എഫ്രയീം എന്നീ ഗോത്രങ്ങളായിരുന്നു. ആത്മീകമായി മലിനപ്പെട്ടു പോയ ഗോത്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പട്ടിക ഇവിടെ തരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് സന്ദേശം എന്താണ്? ഇത് ഭൂമിശാസ്ത്രപരമോ ജനിതകപരമോ ആയ ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഇസ്രയേൽ ജനത്തിന്റെ പട്ടികയല്ല, മറിച്ച് ഇത് ആത്മിക ഇസ്രയേലിനെ, അതായത് യേശുക്രിസ്തുവിലൂടെ ദൈവജനമായി മാറിയ സഭയെ കാണിക്കുന്ന ഒന്നാണ്. കാരണം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നുണ്ട്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേയുള്ളവൻ അത്രേ യഹൂദൻ. ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിലുള്ള പരിച്ഛേദന അത്രേ പരിച്ഛേദന. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ സംഖ്യ വീണ്ടും വരുന്നത് വെളിപ്പാട് പുസ്തകം 14 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ യോഹന്നാൻ കാണുന്ന ദർശനം തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാൻ പറയുകയാണ്, പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നതും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 1,44,000 പേർ നിൽക്കുന്നതും കണ്ടു. 7-ാം അധ്യായത്തിൽ ഭൂമിയിൽ കഷ്ടതകളുടെ നടുവിൽ മുദ്രയിടപ്പെട്ട അതേ ആളുകളെ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ കാണുന്നത് സ്വർഗീയ സിയോനിൽ വെച്ചാണ്. കുഞ്ഞാടായി യേശുക്രിസ്തുവിനോടൊപ്പം ജയശാലികളായി നിൽക്കുന്നതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അവരുടെ നെറ്റിയിൽ ദൈവത്തിന്റെ നാമം എഴുതിയിരിക്കുന്നു. മൃഗത്തിന്റെ മുദ്ര സ്വീകരിച്ച ലോക മനുഷ്യർക്ക് വിപരീതമായി ദൈവത്തിന്റെ സ്വന്തമായി മാറിയവരാണ് ഇവർ. അവിടെ അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അവർ സിംഹാസനത്തിന് മുൻപിലും 4 ജീവികളുടെയും മൂപ്പന്മാരുടെയും മുൻപിലും ഒരു പുതിയ പാട്ട് പാടും. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ 1,44,000 പേർക്കല്ലാതെ മറ്റാർക്കും ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ബൈബിൾ ഈ 1,44,000 പേരുടെ കൃത്യമായ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ യോഗ്യതകൾ വിവരിക്കുന്നത് ഇവിടെയാണ്. 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവർ സ്ത്രീകളാൽ തങ്ങളെ തന്നെ അശുദ്ധമാക്കാത്ത കന്യകന്മാരാകുന്നു. 5-ാം വാക്യം പറയുന്നു, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവരുടെ വായിൽ ഭോഷ്ക് കണ്ടില്ല, അവർ നിഷ്കളങ്കർ തന്നെ. പ്രിയ സഹോദരങ്ങളെ, ഈ വാക്യങ്ങൾ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഖ്യ അക്ഷരാർത്ഥത്തിലുള്ളതാണെന്ന് പറയുന്നവർ ഈ അധ്യായത്തിലെ യോഗ്യതകളെ എങ്ങനെ വ്യാഖ്യാനിക്കും? ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇവർ സ്ത്രീകളാൽ തങ്ങളെ തന്നെ മലിനമാക്കാത്ത കന്യകന്മാർ, അതായത് വിവാഹം കഴിക്കാത്ത പുരുഷന്മാർ മാത്രമാണ് എന്ന് ഇവിടെ പറയുകയാണ്. നമ്മളിത് അക്ഷരാർത്ഥത്തിലെടുത്താൽ സ്വർഗത്തിൽ പോകുന്ന ആ 1,44,000 പേരിൽ ഒരു സ്ത്രീ പോലും കാണില്ല. വിവാഹം കഴിച്ച അപ്പോസ്തോലനായ പത്രോസോ മറ്റ് ദൈവഭക്തന്മാരോ ഒന്നും ഈ എണ്ണത്തിൽ പെടില്ല. കാരണം അവർ വിവാഹിതരായിരുന്നു. അവരുടെ വായിൽ ഒരിക്കൽ പോലും ഭോഷ്ക്, അതായത് ഒരു ചെറിയ കള്ളം പോലും വരാത്തവരായിരിക്കണം. ഇതിൽ നിന്ന് തന്നെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും, ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം പ്രതീകാത്മകമാണ്. ബൈബിൾ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോകുന്നതിനെയാണ് ആത്മിക വ്യഭിചാരം എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ കന്യകന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോകത്തിന്റെ മോഹങ്ങൾക്കോ വിഗ്രഹാരാധനയ്ക്കോ അടിമപ്പെടാതെ തങ്ങളുടെ ആത്മിക വിശുദ്ധി
കാത്തു സൂക്ഷിച്ച ദൈവജനത്തെയാണ്. അവരുടെ വായിൽ കള്ളമില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ജീവിച്ചവർ എന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കത്തിൽ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും നമ്മൾ കാണുന്ന ഈ 1,44,000 പേർ കഷ്ടതകളുടെ നടുവിലും വിശ്വാസം കാത്തു സൂക്ഷിച്ച, ദൈവത്താൽ മുദ്രയിടപ്പെട്ട, ക്രിസ്തുവിനായി ജീവിച്ച ഒരു വലിയ ആത്മീക സമൂഹമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ സംഖ്യ വരുന്ന 2 ബൈബിൾ ഭാഗങ്ങളും അതിന്റെ ഉള്ളടക്കവും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഒരു ചോദ്യം ബാക്കിയാണ്. ഈ സംഖ്യ വെറും ഒരു പ്രതീകമാണെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ബൈബിളിലെ സംഖ്യാശാസ്ത്രം? അത് നമ്മൾ വളരെ ലളിതമായി കണക്കുകൾ സഹിതം പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ പഠനത്തിന്റെ ഏറ്റവും നിർണായകമായ 3-ാം ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. 1,44,000 എന്ന സംഖ്യയെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കണോ അതോ പ്രതീകാത്മകമായി കാണണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന സാഹിത്യ ശൈലികളെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. ബൈബിളിൽ ചരിത്ര പുസ്തകങ്ങളുണ്ട്, കവിതകളുണ്ട്, സുവിശേഷങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമെ അപ്പോക്കാലിപ്റ്റിക് സാഹിത്യം എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട്. പഴയ നിയമത്തിലെ ദാനിയേലിന്റെ പുസ്തകവും പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകവും ഈ ശൈലിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പീഡനങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനത്തിന് പ്രത്യാശ നൽകാൻ വേണ്ടി അന്നത്തെ ഭരണാധികാരികൾക്ക് മനസ്സിലാകാത്ത രഹസ്യ ഭാഷയിലും പ്രതീകങ്ങളിലും എഴുതുന്ന ശൈലിയാണിത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തന്നെ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് ഒടുവിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം അത് അവന് നൽകി. അവൻ തന്റെ ദൂതനെ അയച്ച് തന്റെ ദാസനായ യോഹന്നാന് അത് അടയാളങ്ങളാൽ കാണിച്ചു കൊടുത്തു. ശ്രദ്ധിക്കുക, അടയാളങ്ങളാൽ എന്നാണ് വചനം പറയുന്നത്. അതായത് വെളിപ്പാട് പുസ്തകം എന്നത് ചിഹ്നങ്ങളുടെയും പ്രതീകങ്ങളുടെയും ഒരു പുസ്തകമാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ 7 തലയും 10 കൊമ്പുമുള്ള ഒരു മൃഗം കടലിൽ നിന്ന് കയറി വരുന്നതായി യോഹന്നാൻ കാണുന്നുണ്ട്. ഇത് വായിക്കുന്ന ആരെങ്കിലും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു മൃഗം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു വലിയ സാമ്രാജ്യത്തിന്റെ പ്രതീകമാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. യേശുക്രിസ്തുവിനെ ഈ പുസ്തകത്തിൽ അറുക്കപ്പെട്ടതുപോലെയുള്ള ഒരു കുഞ്ഞാട് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശു സ്വർഗത്തിൽ 4 കാലുള്ള ഒരാടായിട്ടാണോ നിൽക്കുന്നത്? ഒരിക്കലുമല്ല. അത് യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ പ്രതീകമാണ്. ചന്ദ്രനെ കാൽക്കീഴാക്കിയ സ്ത്രീ, ആകാശത്തുനിന്ന് വീഴുന്ന നക്ഷത്രങ്ങൾ, തവളയെ പോലെയുള്ള അശുദ്ധാത്മാക്കൾ, ഇങ്ങനെ വെളിപ്പാട് പുസ്തകം മുഴുവൻ പ്രതീകങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇതിനിടയിൽ വരുന്ന 1,44,000 എന്ന സംഖ്യ മാത്രം എങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു കൃത്യമായ എണ്ണമായി മാറുന്നത്? അത് വലിയൊരു വൈരുദ്ധ്യമല്ലേ? ഇനി നമുക്ക് ബൈബിളിലെ സംഖ്യാശാസ്ത്രത്തിലേക്ക് കടന്നു വരാം. ബൈബിളിൽ പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യകൾക്ക് വെറും ഒരു എണ്ണം എന്നതിനപ്പുറം വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് 3 എന്ന സംഖ്യ ദൈവത്തിന്റെ പൂർണ്ണതയാണ് കാണിക്കുന്നത്. 4 എന്ന സംഖ്യ ഭൂമിയെയും പ്രപഞ്ചത്തെയും കാണിക്കുന്നു. ഭൂമിയുടെ 4 കോണുകൾ, 4 കാറ്റുകൾ. ഇനി 7 എന്ന സംഖ്യ ആത്മീക പൂർണ്ണതയെ കാണിക്കുന്നു. 7 സഭകൾ, 7 ആത്മാക്കൾ. അതുപോലെ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് 12. ഇത് ദൈവത്തിന്റെ ഭരണത്തെയും ദൈവജനത്തിന്റെ പൂർണ്ണതയെയും കാണിക്കുന്ന സംഖ്യയാണ്. പഴയ നിയമത്തിൽ ദൈവജനത്തെ പ്രതിനിധീകരിക്കാൻ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ സഭയെ നയിക്കാൻ യേശു തെരഞ്ഞെടുത്തത് 12 അപ്പോസ്തലന്മാരെയാണ്.
വെളിപ്പാട് പുസ്തകത്തിലെ പുതിയ യെരുസലേമിന്റെ അളവുകൾ നോക്കിയാൽ അതിന് 12 വാതിലുകളും 12 അടിസ്ഥാനങ്ങളും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാന സംഖ്യയാണ് 1000. ബൈബിളിൽ 1000 എന്നത് എണ്ണമില്ലാത്ത വലിയൊരു സമൂഹത്തെ, അല്ലെങ്കിൽ മനുഷ്യന് കണക്കാക്കാൻ പറ്റാത്ത പരിധിയില്ലാത്ത അവസ്ഥയെ കാണിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 1000 മലകളിലെ കന്നുകാലികൾ എന്റേതാകുന്നു. ഇത് ദൈവം പറയുമ്പോൾ കൃത്യം 1000 മലകൾ മാത്രമല്ല, ഭൂമിയിലുള്ള സകല മലകളും ദൈവത്തിൻ്റെതാണെന്നാണ് അതിന്റെ അർത്ഥം. കർത്താവിന് ഒരു ദിവസം 1000 ദിവസം പോലെയാണ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സമയത്തിന്റെ അനന്തതയെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ 1,44,000 എന്ന സംഖ്യയുടെ പിന്നിലെ ആത്മിക കണക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമ ദൈവജനത്തിന്റെ പ്രതീകമായ 12നെ പുതിയ നിയമ ദൈവജനത്തിന്റെ പ്രതീകാത്മകമായ 12 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 144 കിട്ടും. ഈ സംഖ്യയെ വലിയൊരു മഹാസമൂഹത്തിന്റെ പ്രതീകമായ 1000 കൊണ്ട് വീണ്ടും ഗുണിക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സംഖ്യയാണ് 1,44,000. ഇതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? പഴയ നിയമത്തിലെ വിശുദ്ധരും പുതിയ നിയമത്തിലെ വിശുദ്ധരും ഉൾപ്പെടുന്ന യുഗങ്ങളായി രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ സമ്പൂർണമായ വലിയൊരു കൂട്ടായ്മയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം എത്രത്തോളം കൃത്യവും പൂർണ്ണവുമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സംഖ്യ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സംഖ്യയെ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ ഉണ്ടാകുന്ന മറ്റ് ചില വലിയ പ്രത്യാഘാതങ്ങൾ കൂടി ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു തരാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്ന ബാക്കി ലക്ഷണങ്ങളും നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ സ്വർഗത്തിൽ പോകുന്നവർ യഹൂദ ഗോത്രങ്ങളിൽ ജനിച്ച കന്യകന്മാരായ പുരുഷന്മാർ മാത്രമായിരിക്കും. ഭൂമിയിലെ ഒരു സ്ത്രീ പോലും സ്വർഗത്തിൽ പോകില്ല. വിവാഹിതരായ ആരും സ്വർഗത്തിൽ പോകില്ല. യഹൂദന്മാരല്ലാത്ത നമ്മൾ ആരും സ്വർഗത്തിൽ പോകില്ല. എന്നാൽ പുതിയ നിയമ ഉപദേശങ്ങൾ മുഴുവൻ ഇതിന് വിരുദ്ധമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അതിൽ യഹൂദനെന്നും യവനനെന്നുമില്ല, ദാസനെന്നും സ്വതന്ത്രനെന്നുമില്ല, ആണെന്നും പെണ്ണെന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, വചനത്തിന്റെ ഒരു ഭാഗം മാത്രം അക്ഷരാർത്ഥത്തിലെടുത്ത് മറ്റുള്ളവരിൽ ഭയവും ആശങ്കയും ജനിപ്പിക്കുന്ന ഉപദേശങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാന സത്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. 1,44,000 എന്നത് ഒരു ലിമിറ്റഡ് സീറ്റ് അല്ല. അത് ദൈവത്തിന്റെ കൃപയുടെ പൂർണ്ണതയെ കാണിക്കുന്ന മനോഹരമായ പ്രതീകം മാത്രമാണ്. പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരാം. അങ്ങനെയെങ്കിൽ ഈ 1,44,000 പേരെ കുറിച്ച് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ യോഹന്നാൻ കാണുന്ന ആ മഹാപുരുഷാരം ആരാണ്? അവരും ഈ സംഖ്യയും തമ്മിൽ എന്താണ് ബന്ധം? ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വചന പഠനത്തിന്റെ ഏറ്റവും മനോഹരവും പ്രത്യാശാ നിർഭരവുമായ 4-ാം ഭാഗത്തിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ 1,44,000 എന്ന സംഖ്യയുടെ ആത്മീയ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സംഖ്യയെക്കുറിച്ച് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുന്ന മഹാപുരുഷാരൻ, അല്ലെങ്കിൽ ആർക്കും എണ്ണിക്കൂടാത്ത വലിയ ജനക്കൂട്ടത്തെക്കുറിച്ചാണ്. ദയവായി നിങ്ങളുടെ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് പരിശോധിക്കുക. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരൻ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, ഈ 9-ാം വാക്യവും നമ്മൾ നേരത്തെ പഠിച്ച 4-ാം വാക്യവും തമ്മിൽ
വളരെ പ്രാധാന്യമുള്ള ഒരു ആത്മീക ബന്ധമുണ്ട്. അത് മനസ്സിലാക്കാൻ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ശൈലി നമ്മൾ തിരിച്ചറിയണം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുകയും എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ മറ്റൊരു രൂപം കാണുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം രീതിയാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ആർക്കും തുറക്കാൻ കഴിയാത്ത ഒരു പുസ്തക ചുരുൾ കണ്ട് യോഹന്നാൻ കരയുമ്പോൾ ഒരു മൂപ്പൻ വന്ന് അവനോട് പറയുന്നുണ്ട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹം പുസ്തകം തുറപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ കേൾക്കുന്നത് ഒരു ശക്തിശാലിയായ സിംഹത്തെക്കുറിച്ചാണ്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? അവൻ കാണുന്നത് ഒരു സിംഹത്തെയല്ല, മറിച്ച് അറുക്കപ്പെട്ടതുപോലെയുള്ള ഒരു കുഞ്ഞാടിനെയാണ്. ശ്രദ്ധിക്കുക, അവൻ കേട്ടത് സിംഹത്തെക്കുറിച്ചാണ്, കണ്ടത് കുഞ്ഞാടിനെയാണ്. ഇതിന്റെ അർത്ഥം അവിടെ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഉണ്ടെന്നാണോ? ഒരിക്കലുമല്ല. യേശുക്രിസ്തു തന്നെയാണ് ആ സിംഹവും ആ കുഞ്ഞാടും. സിംഹം അവിടുത്തെ രാജ്യത്വത്തെ കാണിക്കുമ്പോൾ കുഞ്ഞാട് അവിടുത്തെ യാഗത്തെ കാണിക്കുന്നു. ഇതേ ശൈലി തന്നെയാണ് 7-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത്. 4-ാം വാക്യത്തിൽ യോഹന്നാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് അവൻ കേട്ടത്? മുദ്രയിടപ്പെട്ടവരുടെ എണ്ണം 1,44,000 പേർ. ഇതാണ് അവൻ കേട്ടത്. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കുകയാണ്. അവൻ അവിടെ കണ്ടത് എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക എണ്ണമല്ല, മറിച്ച് സകല ജാതികളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരത്തെയാണ് താൻ കാണുന്നത്. ചുരുക്കത്തിൽ യോഹന്നാൻ കേട്ട ആ 1,44,000 പേരും താൻ കണ്ട ഈ മഹാപുരുഷാരവും ഒരു വ്യത്യസ്ത ഗ്രൂപ്പുകളല്ല, മറിച്ച് ഒരേ ഗ്രൂപ്പിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ആ ദൈവജനത്തിന്റെ ആത്മികമായ പൂർണ്ണതയെയും ക്രമത്തെയും കാണിക്കുമ്പോൾ മറ്റേത് ഭൂമിയിലെ മനുഷ്യർക്ക് എണ്ണാൻ കഴിയാത്ത വിധം അതിന്റെ വ്യാപ്തിയെയും ആഗോള സ്വഭാവത്തെയുമാണ് കാണിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. മനുഷ്യർക്ക് എണ്ണാൻ കഴിയാത്ത ആ അബ്രഹാമിന്റെ ആത്മിക സന്തതികളാണ് ഈ മഹാപുരുഷാരം. ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന മറ്റൊരു തെറ്റായ വാദമുണ്ട്. അവർ പറയും 1,44,000 പേർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ അനുവാദമുള്ളൂ. ഇവിടെ പറയുന്ന ഈ മഹാപുരുഷാരം ഭൂമിയിൽ പുതിയതായി ഉണ്ടാക്കാൻ പോകുന്ന പർദീസയിലാണ് ജീവിക്കുന്നതെന്ന്. എന്നാൽ വചനം എന്താണ് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് 7:9 വ്യക്തമായി പറയുന്നുണ്ട്, ഈ മഹാപുരുഷാരം സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ വെള്ളയുടുപ്പ് ധരിച്ച് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സിംഹാസനം എവിടെയാണ്? ബൈബിൾ ഉടനീളം പറയുന്നത് ദൈവത്തിന്റെ സിംഹാസനം സ്വർഗത്തിലാണ് എന്നാണ്. മാത്രമല്ല 15-ാം വാക്യം നോക്കുക. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവരുടെ മേൽ കൂടാരമടിക്കും. ദൈവത്തിന്റെ ആലയത്തിലും സിംഹാസനത്തിന് മുൻപിലും നിൽക്കുന്ന ഈ മഹാപുരുഷാരം സ്വർഗത്തിൽ തന്നെയാണ് എന്നുള്ളത് ചിന്തിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാവും. അവിടെ സ്വർഗമെന്നും ഭൂമി എന്നുമുള്ള രണ്ട് ക്ലാസ് വേർതിരിവുകളില്ല. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഏവരും ഒരേ സ്വർഗീയ സന്നിധിയിലാണ് വസിക്കുന്നത്. അവിടെ അവരുടെ അവസ്ഥ എന്താണെന്ന് 16ഉം 17ഉം വാക്യങ്ങൾ മനോഹരമായി വിവരിക്കുന്നുണ്ട്. അവർക്ക് ഇനി വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലോ യാതൊരു ചൂടോ അവരുടെ മേൽ വീഴുകയില്ല. സിംഹാസനത്തിന് മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ നീരുറവകളിലേക്ക് നടത്തുകയും ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ,
എത്ര വലിയ പ്രത്യാശയാണ് ഈ വചനങ്ങൾ നമുക്ക് തരുന്നത്. ദൈവത്തിന്റെ രക്ഷ എന്നത് ഒരു ചെറിയ മുറിയിൽ ഒതുക്കാവുന്ന ഒന്നല്ല. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അവിടുത്തെ രക്തത്താൽ പാപക്കറകൾ കഴുകി വെളുപ്പിച്ച ഏതൊരു സാധാരണക്കാരൻ അവകാശപ്പെട്ടതാണ്. ജാതിയോ ഭാഷയോ ദേശമോ സഭയോ ഒന്നും അവിടെ ഒരു തടസ്സമല്ല. നമ്മളെ ഭയപ്പെടുത്തുന്ന ഉപദേശങ്ങളുടെ പുറകെ പോകാതെ ഈ മഹാപുരുഷാരത്തിന്റെ ഭാഗമായി തീരാൻ നമ്മുടെ വസ്ത്രങ്ങളെ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധിയോടെ സൂക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ആത്മീയ രഹസ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളിൽ യേശുവും അപ്പോസ്തലന്മാരും സ്വർഗരാജ്യത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും എന്താണ് പഠിപ്പിച്ചത്? അത് നമ്മൾ 5-ാം ഭാഗത്തിൽ, അതായത് തുടർന്നുള്ള ഭാഗത്തിൽ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ വചന പഠന പരമ്പരയുടെ 5-ാം ഭാഗത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുക. കഴിഞ്ഞ ഭാഗങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിലെ പ്രതീകങ്ങളെയും സംഖ്യകളെയും കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. എന്നാൽ ബൈബിൾ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്. ബൈബിളിലെ കഠിനമായ പ്രവചന ഭാഗങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് വളരെ ലളിതവും വ്യക്തവുമായ മറ്റു ബൈബിൾ വചനങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും സ്വർഗരാജ്യത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും എന്താണ് പഠിപ്പിച്ചതെന്ന് നാം നോക്കണം. ദൈവത്തിന്റെ രക്ഷ വെറും 1,44,000 പേർക്കായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ ഒരിക്കൽ പോലും രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം ഇത്രയെന്ന് പരിമിതപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് രക്ഷയെ എല്ലാവർക്കുമായി തുറന്നിടുകയാണ് ചെയ്തത്. ബൈബിളിലെ ഏറ്റവും പ്രശസ്തമായ വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ യേശു ഉപയോഗിച്ച വാക്ക് ഏവനും എന്നാണ്. എല്ലാവരും, അതായത് വിശ്വസിക്കുന്ന ആർക്കും, ഏതു വ്യക്തിക്കും രക്ഷ പ്രാപിക്കാം. അവിടെ ഒരു സംഖ്യയുടെയും അതിർവരമ്പുകൾ ദൈവം വെച്ചിട്ടില്ല. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു വളരെയാത്മകമായ ഒരു കാര്യം പറയുന്നുണ്ട്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും പലരും വന്ന് സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കുമെന്ന്. ഇവിടെ ശ്രദ്ധിക്കുക, യഹൂദന്മാർ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പലരും വന്ന് സ്വർഗരാജ്യത്തിലിരിക്കും. ഇതാണ് യേശു വ്യക്തമാക്കിയത്. ചില പ്രസ്ഥാനങ്ങൾ വാദിക്കാറുണ്ട്, അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള ആദ്യകാല ക്രിസ്ത്യാനികൾ മാത്രമാണ് ആ 1,44,000 പേരിലുള്ളതെന്നും അവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ താൻ എന്താണ് പറയുന്നത്? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇവിടെയും ഏവനും എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് തന്റെ 2-ാമത്തെ ലേഖനത്തിൽ എഴുതുകയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യരെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്, അല്ലാതെ ഒരു ചെറിയ എണ്ണത്തിൽ ഒതുക്കണം എന്നുള്ളതല്ല. ഇനി നമുക്ക് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ മഹാനിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശു പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്നാണ്. ഞാനോ ലോകാവസാനം വരെ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ലോകാവസാനം വരെ സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കാൻ യേശു കൽപ്പിച്ചെങ്കിൽ അതിന്റെ അർത്ഥം വിശ്വസിക്കുന്ന ഏവർക്കും സ്വർഗരാജ്യം ലഭ്യമാണ് എന്ന് തന്നെയാണ്. വെറും 1,44,000 പേർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എങ്കിൽ
കഴിഞ്ഞ 2000 വർഷമായി കോടിക്കണക്കിന് മനുഷ്യരോട് ഈ സുവിശേഷം പ്രസംഗിച്ചതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? വിശ്വസിച്ചാലും സ്വർഗത്തിൽ സീറ്റില്ലാത്ത അവസ്ഥ, അത് ദൈവത്തിന്റെ നീതിക്ക് നിരക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. മറ്റൊരു പ്രധാന കാര്യം, ബൈബിളിന്റെ അവസാന അധ്യായങ്ങളിൽ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ആയിരിക്കുമെന്നാണ് വചനം പറയുന്നത്. സ്വർഗമെന്നും ഭൂമിയെന്നും 2 ക്ലാസ് തിരിച്ച് ഒരു കൂട്ടരെ മാത്രം മുകളിലും മറ്റൊരു കൂട്ടരെ താഴെയുമായി നിർത്തുന്ന ഒരു വിവേചനം പുതിയ നിയമ ഉപദേശങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ മുഴുവൻ ഒരൊറ്റ ശരീരമാണ്. അതിൽ പത്രോസിനും പൗലോസിനുമുള്ള അതേ സ്വർഗീയ അവകാശം തന്നെയാണ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏതൊരു സാധാരണ വിശ്വാസിക്കുമുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബൈബിളിലെ മറ്റു വ്യക്തമായ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ സ്വർഗരാജ്യം എന്നത് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമായി റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നല്ല. അത് വിശ്വാസത്തോടെ കടന്നു വരുന്ന ഏവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയാണ്. നമ്മളെ അനാവശ്യമായ ചിന്തകളിലേക്കും ഭയങ്ങളിലേക്കും നയിക്കുന്ന മനുഷ്യനിർമ്മിതമായ ഉപദേശങ്ങളെ വചനത്തിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വലിയൊരു ആത്മീക പഠനമാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. പലരെയും ഭയപ്പെടുത്തിയിരുന്ന, പലരിലും സംശയങ്ങൾ ജനിപ്പിച്ചിരുന്ന ഒരു വലിയ ചോദ്യത്തിനാണ് ബൈബിൾ വാക്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്തിയത്. ഈ പഠനത്തിന്റെ അവസാനം നമ്മൾ മനസ്സിലാക്കിയ ആകത്തുക വളരെ ലളിതമായി 4 പ്രധാന കാര്യങ്ങളായി നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഒന്നാമതായി, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും പറയുന്ന 1,44,000 എന്ന സംഖ്യ അക്ഷരാർത്ഥത്തിലുള്ള ഒന്നല്ല. അത് ദൈവത്തിന്റെ ഭരണത്തെയും ദൈവജനത്തിന്റെ പൂർണ്ണതയെയും കാണിക്കുന്ന 12 എന്ന സംഖ്യയുടെയും വലിയൊരു മഹാസമൂഹത്തെ കാണിക്കുന്ന 1000 എന്ന സംഖ്യയുടെയും ഗുണനഫലമാണ്. അതായത് പഴയ പുതിയ നിയമങ്ങളിലൂടെ രക്ഷിക്കപ്പെട്ട സകല വിശുദ്ധന്മാരുടെയും പൂർണ്ണമായ കൂട്ടായ്മയാണ് ഈ സംഖ്യ കാണിക്കുന്നത്. രണ്ടാമതായി, യോഹന്നാൻ അപ്പോസ്തലൻ 1,44,000 പേരുടെ എണ്ണം കേൾക്കുകയും എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരത്തെ കാണുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ഈ 2 കൂട്ടരും വ്യത്യസ്തരല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരേ ഒരു ദൈവജനത്തെ തന്നെയാണ് ഈ 2 വിവരണങ്ങളിലും സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി, ബൈബിളിലെ മറ്റു വ്യക്തമായ വാക്യങ്ങളും യേശുക്രിസ്തുവിന്റെ സുവിശേഷവും നമുക്ക് തരുന്നത് സാർവത്രികമായ രക്ഷയുടെ സന്ദേശമാണ്. അവനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് ബൈബിൾ ഉറപ്പ് നൽകുന്നത്. ദൈവത്തിന്റെ സ്വർഗരാജ്യം വെറും 1,44,000 പേർക്കായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒന്നല്ല. നാലാമതായി, നമ്മൾ ഭയപ്പെടേണ്ടത് സ്വർഗത്തിൽ സീറ്റുണ്ടോ എന്നോർത്തല്ല, മറിച്ച് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിന്നുകൊണ്ട് ആ മഹാപുരുഷാരത്തിന്റെ ഭാഗമായി തീരുകയാണ് നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ഉണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങളും ഭയപ്പെടുത്തുന്ന ഉപദേശങ്ങളും കേട്ട് ആരും ആത്മീകമായി തളർന്നു പോകരുത്. ദൈവത്തിന്റെ സ്നേഹം അളവില്ലാത്തതാണ്. അവിടുത്തെ കൃപ അതിരുകളില്ലാത്തതാണ്. ഈ വചന സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു പ്രത്യാശ നൽകി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ബൈബിൾ പഠനത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും
ഇത് ഷെയർ ചെയ്യുക. അവരുടെ ആത്മീയ സംശയങ്ങൾ മാറാനും ഇത് സഹായകരമാകട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരാഴമേറിയ വചന പഠനവുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.